ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങ് വിലയിരുത്തും അത് മോശപ്പെട്ട മരണമാണ്. ആളുകൾ അങ്ങ് തീരുമാനിക്കും അത് നല്ല മരണമാണ്. അതിന് പല കാരണങ്ങൾ അവർ പറയും. ഇത് നല്ല മരണമാണെന്ന് പറയാൻ അവർ കാരണം പറയുന്നത് മക്കളും മരുമക്കളും കുടുംബക്കാരും എല്ലാവരും കണ്ടുമുത്തിയാണ് അദ്ദേഹം മരിച്ചത്. അല്ലെങ്കിൽ പറയും എന്തൊക്കെയാണെങ്കിലും ശരി, ആള് നിസ്കരിച്ചില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും ലാസ്റ്റ് വെള്ളം കുടിച്ചിട്ടാണ് മൂപ്പര് മരിച്ചത്, അതുകൊണ്ട് നല്ല മരണമാണ്. അങ്ങനെ നമ്മളങ്ങ് തീരുമാനിക്കും ഇതൊക്കെ ഇന്ന കാരണങ്ങളൊക്കെ നല്ല മരണങ്ങളാണ്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശരിയാവണ്ണം വിലയിരുത്തേണ്ടെന്ന് ചിന്തിക്കേണ്ട ഒന്ന്, ഇതിൽ ഇസ്ലാം എന്ത് പറയുന്നു, എങ്ങനെയാണ് ഒരാളുടെ നല്ല മരണത്തെ വിലയിരുത്തുക? നമ്മൾ ഒരുങ്ങേണ്ടവരാണ്, അതിന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അറബി കവികളിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ പറയാറുണ്ട്, മനുഷ്യ നീ നിന്റെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസത്തിൽ, നീ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീണ ദിവസത്തിൽ നിന്റെ ചുറ്റുഭാഗത്ത് കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും സന്തോഷത്തിലായിരുന്നു. അന്ന് നീ അങ്ങേയറ്റത്തെ കരച്ചിലായിരുന്നു, പുതിയ ഒരു ലോകത്തേക്ക് വന്നതിൻ്റെ കരച്ചിലായിരുന്നു. ഫഅമൽ ലിയൗമിക അൻ തകൂന ഇദാ ബകൗ ഫി യൗമി മൗതിക ളാഹികം മസ്റൂറാ. എങ്കിൽ നിനക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നീ അധ്വാനിച്ചോ. എപ്പോഴാണ്? അൻ തകൂന ഇദാ ബകൗ, നിന്നെ കാണുന്നവർ മുഴുവൻ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ചുറ്റും കൂടിയവരൊക്കെ നിന്ന് കരഞ്ഞു പോകും. നിന്റെ ശരീരത്തിലിട്ടിരിക്കുന്ന വെള്ളവസ്ത്രം മാറ്റി നോക്കിയിട്ട് വിലപിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കോരിത്തരിപ്പിച്ച് ഹൃദയത്തിന്റെ നൊമ്പരത്തോടെ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നാ ഫിയൗമി മൗതിക ളാഹികം മസ്റൂറാ, നിന്റെ മരണത്തിന്റെ ദിവസമാണ്. അന്ന് അവരൊക്കെ കരയുമ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷവാനായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ നീ പണിയെടുത്തോ. അന്ന് ജനങ്ങൾ ചിരിക്കുകയായിരുന്നു, നീ കരയായിരുന്നു. നീ ചിരിച്ചോണ്ട് ഇവിടുന്ന് പോകണം, അത് ജനങ്ങൾ കരഞ്ഞോട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ചില മരണങ്ങളിൽ നല്ലവരായ മനുഷ്യരുടെ മരണങ്ങളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഏറ്റെടുക്കുമ്പോൾ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ കാരുണ്യത്തിലേക്ക് നീ മടങ്ങിവ, സമാധാനമടഞ്ഞ ആത്മാവേ. വദ്ഖുലീ ജന്നതീ, നീ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കെന്ന് പറഞ്ഞ് സന്തോഷ വാർത്തയോടെ ലോകത്തുനിന്ന് മരിക്കാൻ കഴിയുന്ന ഒരു നല്ല മരണം ചിലർക്കുണ്ട്. സൂറത്തുൻ നഹ്ലിന്റെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ. വിശിഷ്ടമായി നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും നല്ല സ്വഭാവവും നല്ല സംസ്കാരങ്ങളും ഈമാനും ഇസ്ലാമും ഒത്തിണങ്ങിയ മനുഷ്യന്മാർ അവരുടെ റൂഹിനെ ഈ ലോകത്തുനിന്ന് അവസാനം മലായികത്തുകൾ ഏറ്റെടുക്കും. യഖൂലൂന, അപ്പോൾ തന്നെ മലക്കുകൾ പറയും, നാളെ സ്വർഗത്തിലെത്തിയിട്ടല്ല, റൂഹ് ഏറ്റെടുക്കുമ്പോൾ മലക്കുകൾ അവരോട് സമാധാനത്തോടെ പറയും, സലാമുൻ അലൈക്കും, നിങ്ങളൊന്നിനും വിഷമിക്കണ്ട, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ സലാമുണ്ട്, സമാധാനമായിരിക്കൂ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. അങ്ങനെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ അധ്വാനിക്കുന്നവരാകണം, ഇൽമ് പഠിക്കുന്നവരാകണം, അങ്ങനെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുന്നവരാകണം. തോന്നിയതുപോലെ ജീവിച്ചവർക്ക് ആർക്കും ഇതിന് സാധ്യമല്ല. വിശ്വാസവും കർമ്മങ്ങളും ശരിയാവണ്ണം പുനഃപരിശോധിക്കണം. സുഹൃത്തുക്കളെ, ഏത് കട്ടിലിൽ കിടന്നു, എത്ര ആള് മരിക്കുമ്പോൾ കൂടെയുണ്ട്, എത്ര വെള്ളം കുടിച്ചു, ഇതിനേക്കാളൊക്കെ പ്രാധാന്യമാണ് അയാൾ മുസ്ലിമായി മരിക്കുന്ന അവസ്ഥയിലാണോ ജീവിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. എത്ര തവണയായി നമ്മൾ കേൾക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരണം മുസ്ലിമായിട്ടാകണം. നല്ല അടയാളമാണ് സൂചിപ്പിക്കുന്നത്. ഒരു മുസ്ലിമായ ജീവിത ക്രമീകരണത്തിൻ്റെ ഇടയിൽ നമ്മൾ അത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്നത് വിലയിരുത്തപ്പെടുന്നത് അവസാനം നമ്മൾ എങ്ങനെയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അമാലു ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് അയാളുടെ അവസാന നിമിഷങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും.
മരിക്കാൻ സമയത്ത് ഒരു ശിർക്കൻ വിശ്വാസം കൊണ്ട് മരിച്ചാൽ, മരിക്കാൻ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരത്തോടെ മരിച്ചാൽ അതൊരു ദുരന്ത മരണമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുന്നാര മകൻ, പ്രവാചകത്വം നേടിയെടുത്ത ആ മഹാപ്രഭാവനായ സുമുഖനായ യുവാവായിരുന്ന യൂസുഫ് നബി അവിടുന്ന് അള്ളാഹിനോട് പറയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്കി, നീ നിന്റെ രാജപദവിയിൽ നിന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, പല കാര്യങ്ങളുടെയും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിറസ് സമാവാതി വൽ അർള്, നീ ആകാശഭൂമികളുടെ രൂപകൽപ്പന ചെയ്ത സൃഷ്ടാവാണ്. എന്നിട്ട് പറയാണ്, അൻത വലിയ ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹ് നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ വലിയ, എൻ്റെ സംരക്ഷകൻ. എൻ്റെ ദുനിയാവും ആഖിറത്തിലും വലിയ നീയാണ് സംരക്ഷകൻ. എന്നിട്ട് തവഫനി മുസ്ലിമാ, യൂസുഫ് നബി പ്രാർത്ഥിക്കുകയാണ്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ. സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്ത്. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. ഇസ്ലാമിന്റെ ഗുണങ്ങൾ ചേർന്നുകൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയണം. ഞാൻ ചുരുക്കി പറയാം, മഹാരഥന്മാരായ ഉലമാക്കന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നല്ല മരണത്തിന്റെ, നല്ല പര്യവസാനത്തിന്റെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ആ മനുഷ്യൻ, ഒരു മനുഷ്യൻ ആരുമാകട്ടെ, അയാൾ ഇസ്തിഖാമത്തിലായിക്കൊണ്ട് മരിക്കുമ്പോൾ അതുവരെയും അള്ളാഹുവിനെ ആരാധിച്ച് ബിദ്അത്തുകൾ ചെയ്യാതെ, ശിർക്കിനെ അനുകൂലിക്കാതെ, അള്ളാഹുവിൻ്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അങ്ങനെ മരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് രോഗം വന്നാലും, ഏത് ആശുപത്രിയിലാണെങ്കിലും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു ജീവിച്ച ആളുകൾ, അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. നമ്മൾ കാണൂല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, പടച്ചോൻ തരാമെന്ന് പറഞ്ഞ വാഗ്ദാന ഭൂമി, സ്വർഗം നിനക്ക് തരുന്നതാണെന്ന സന്തോഷ വാർത്തയോടെ നല്ല ഇസ്തിഖാമത്തിൽ നിലകൊണ്ട് ഉറച്ചു ജീവിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല മരണമാണ്. രണ്ട്, ഒരു മനുഷ്യൻ മരണത്തിന്റെ സന്ദർഭത്തിൽ അവസാനമായി കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ, അതുവരെയും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും ജീവിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എൻ്റെ അർത്ഥം എന്താ? അവന് നല്ലൊരു മരണമാണ്, അത് നല്ല അടയാളമാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, മൗതുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ, ഒരാൾ മരിക്കാൻ സമയത്ത്, ഒരു സത്യവിശ്വാസിയുടെ മരണത്തിന്റെ ഘട്ടത്തിൽ അവന്റെ നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ആ സമയത്തുള്ള ചൂടിന്റെ വിയർപ്പാവില്ല. ചില മരണങ്ങളിൽ എത്ര തണുത്ത കാലാവസ്ഥയിലും ചില മയ്യത്തുകളുടെ നെറ്റിത്തടത്തിലൂടെ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ റൂഹ് പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദത്താലും മരണത്തിന്റെ സാഹചര്യത്താലും അതിനേക്കാൾ ഉപരി ഒരു നല്ല മുഅ്മിനിന്റെ മരണത്തിന്റെ അടയാളമാണ് മൗതുൽ മുഅ്മിനി, മുഅ്മിനിന്റെ മരണം ബിഅറഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളുമായിട്ടായിരിക്കും. അപ്പം അത്തരം അധ്വാനം ഉണ്ടായിരിക്കണം. അവസാന നിമിഷത്തിലും ഇസ്ലാമിന് വേണ്ടി, തൻ്റെ പരലോകത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയായിരിക്കണം നമുക്ക് മരിക്കണമെന്ന ചിന്ത കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേണം. നാലാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പല പ്രത്യേകതകൾ നമ്മൾ ഹദീസിൽ വായിച്ചതാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചു വെള്ളിയാഴ്ച. എന്നാൽ ഈ ഹദീസുകൾക്ക് മാമിൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം യമൂത്തു, അയാൾ മരിക്കുന്നു, യൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച പകൽ സമയത്ത്, ഔ ലൈലത്തുൽ ജുമഅത്തി, അല്ലെങ്കിൽ വെള്ളിയാഴ്ചന്റെ രാത്രി സമയത്ത്, ഇല്ലാ വഖഅല്ലാഹു ഫിത്നത്തുൽ ഖബരി, ആ മനുഷ്യനെ ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. നല്ല മരണം. ഒരാൾ നിസ്കരിക്കില്ല, നോമ്പില്ല, പള്ളി കണ്ടിട്ടില്ല, വെള്ളിയാഴ്ച 12 മണിക്ക് മരിച്ച്, നല്ല മരണം എന്ന് പറയരുത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞു. ഈമാനോടെ സൽക്കർമ്മത്താൽ അനുഷ്ഠിച്ച് നല്ല ജീവിതം കാഴ്ചവെച്ച് ഈ പറഞ്ഞ സമയങ്ങളിൽ മരിക്കാൻ കൂടെ കഴിഞ്ഞാൽ, വിശ്വാസവും കർമ്മവും സ്വീകാര്യമാകുന്ന ഇബാദത്തുകളുമോടെ മരണപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല മരണമായി നമുക്ക് അടയാളമായി കാണാം.
സഹോദരങ്ങളെ, അവർക്ക് ഖബറിന്റെ അദാബ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഖബറിൽ നിന്നുള്ള ഫിത്നയ്ക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടയാളമാണ്. അഞ്ചാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഷഹീദായി മരിക്കുന്ന ആളുകൾ നല്ല മരണമാണ്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരാണ്, വധിക്കപ്പെട്ടവരാണെന്ന് നീ വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, സമ്പൂർണ്ണ ദുനിയാവിൽ അവരില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ റിസ്ക് അവർക്ക് കിട്ടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം അവർക്കുണ്ട് എന്ന് കരുതി ശുഹദാക്കന്മാരോടൊക്കെ പ്രാർത്ഥിക്കാമെന്നും എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കാമെന്നും അവർക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നല്ലതിൻ്റെ അർത്ഥമെന്നും അത് അള്ളാഹുവിൻ്റെ ബർസഖിൻ്റെ മറ്റൊരു ലോകത്തെ ജീവിതമാണ് എന്നും ഉലമാക്കന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ട മനുഷ്യരൊക്കെ ഷഹീദാണോ? അതെ, അവർ ഷഹീദുകളാണ്. പക്ഷേ ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ നേതാവ് മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് വിലയിരുത്തുകയും എന്നിട്ട് അത് DP ആക്കി, പ്രൊഫൈലാക്കി, സ്റ്റാറ്റസ് ആക്കിയിട്ട് നമ്മളങ്ങോട്ട് ഷഹീദായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഇതിനെന്താ ഇസ്ലാമിൽ റൂളൊന്നുമില്ലേ? ഒരു മനുഷ്യനെ ഷഹീദ് എന്ന സ്ഥാനം പറയുന്നത് അയാൾ തൗഹീദിലായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവനാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന് വേണ്ടിയുള്ള ആ ദീനിന്റെ മാർഗത്തിലുള്ള മരണമാകണം. ദുനിയാവിന് വേണ്ടി പകപോക്കി മരണപ്പെട്ടാൽ മരിച്ചതൊരു മുസ്ലിമായി, കൊന്നതൊരു അമുസ്ലിമായി എന്നതുകൊണ്ട് ഷഹീദാവില്ല. മരണപ്പെട്ടത് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ്, പക്ഷെ മരിച്ചതൊരു മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ഷഹീദിന്റെ പോസ്റ്റ് ഒട്ടിക്കരുത്. ഇത് ഹദീസിൽ വിശദീകരിക്കുക, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. വഴികേടിലായി ജീവിച്ച് നശിക്കുന്ന ആളുകൾ, ആ രൂപത്തിൽ ശത്രുക്കളുമായി ഇനി വല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ തന്നെയും വഴികേടിൽ ജീവിച്ചവരാണോ അവർക്ക് ഷഹീദ് എന്ന സ്ഥാനം നൽകുന്നത് അബദ്ധമാണ്. ഇന്ന് പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ സയനിസ്റ്റുകളുമായി പോരാടുന്നതിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന ഷിയാകളിലെ റാഫിദിയാക്കളും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വക്താക്കളായ പലരുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹായി കാണുന്നവരുണ്ട്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ കാഫിറുകളാണെന്ന് വാദിക്കുന്നവരുണ്ട്. വളരെ മോശപ്പെട്ട തീവ്രവാദികളായ റാഫിദികളായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇത്തരം സയനിസ്റ്റ് അക്രമങ്ങളിൽ വധിക്കപ്പെട്ടാൽ പോലും നമ്മുടെ നാട്ടിൽ അയാൾ ഷഹീദാണ്. ഈ സ്ഥാനം അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അതിന്റെ വേർതിരിവ് പറയല്ല, അത് ശ്രദ്ധിക്കണം. അങ്ങനെ അവർക്ക് ഷഹീദ് എന്ന മുദ്ര കുത്താൻ നമുക്ക് കഴിയില്ല, അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധത്തിലല്ലാതെ മരിച്ചാലും ചിലപ്പോൾ ഷഹീദിന്റെ സ്ഥാനം ലഭിക്കും. അതെവിടെയാണ്? അതും ഹദീസിൽ വന്നതാണ്. വൽ മത്ഊനു ഷഹീദ്. പകർച്ചവ്യാധി ഉണ്ടായി, ആ പകർച്ചവ്യാധിയിൽ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഷഹീദ്. നമ്മൾ വേറെ പോസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ ഷഹീദുകളാണ്. വൽ മബ്തൂനു ഷഹീദുൻ. ഉദര സംബന്ധമായ വയറിന് അസുഖം ബാധിച്ച്, രോഗം ബാധിച്ച് പ്രിയപ്പെട്ടവരായ മുസ്ലിമീങ്ങളിൽ അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ മരണപ്പെട്ടാൽ അവർ ഷഹീദിന്റെ ദറജയുണ്ട്. വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്. പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ആ അവസ്ഥയിൽ മരണപ്പെടുന്ന ഒരു ഉമ്മാക്ക്, ഒരു പെണ്ണിന് ഷഹീദിന്റെ സ്ഥാനമുണ്ട്. ഹദീസുകളിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഹരീഖ് ബാധിച്ചാൽ, തീ പൊള്ളലേറ്റ് മരിച്ചാൽ, ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പരിശോധിക്കണം. ഈമാനും ഇസ്ലാമും കൃത്യതയുള്ള വ്യക്തികൾക്കാണ് ഇതിൻ്റെ സ്ഥാനം. മുങ്ങി മഹറൂഖായി എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ ഷഹീദിന്റെ ദർജയിലാണ്. ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട് അതിൻ്റെ താഴെ കുടുങ്ങപ്പെട്ടവനാണ്, മരണപ്പെട്ടവനാണോ? ഷഹീദാണ്. അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിലായുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. സ്വന്തം ശരീരത്തിനോ കുടുംബത്തിനോ വേണ്ടി കൊല്ലപ്പെട്ടാൽ മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്ത് നോക്കാൻ വേണ്ടി, സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടേണ്ടി വന്നു, അവന് ഷഹീദാണ്. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോരാടി മരിക്കേണ്ടി വന്നാൽ ഫഹുവ ഷഹീദ്. ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. അതിന് നമുക്ക് ധൈര്യസമേതം പറയാൻ സാധിക്കും. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയാണ്, ഒരാളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമ്പത്ത് ആരെങ്കിലും കവർന്നെടുക്കാൻ വന്നാൽ, അങ്ങനെ ഒരു പോരാട്ടം നടന്നാൽ എന്തു ചെയ്യും? ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു, നബിയെ, എൻ്റെ സമ്പത്ത് ഒരാൾ പിടിച്ചു വാങ്ങാൻ, എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഫലാ തുഅ്തിഹി മാലക്. അങ്ങനെ തട്ടിപ്പറിക്കാൻ വന്ന കവർച്ചാ സംഘത്തിന് നിന്റെ പണം കൊടുക്കരുത്. അറഅയ്ത ഇൻ ഖാതലനി. നബിയെ, അവൻ എന്നോട് യുദ്ധം ചെയ്താലോ? ഖാതിൽഹു. നീ അവനോട് യുദ്ധം ചെയ്യണം, അവനോട് നീ പൊരുതി നേടണം. നബിനോട് ചോദിച്ച, അറഅയ്ത ഇൻ ഖതലനി. നബിയെ, അവൻ എന്നെ കൊന്നാലോ? മോഷ്ടാവ്
പിടിച്ചു പറിക്കാൻ വന്ന ആള്, അയാളുമായി സംഘട്ടനത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിലോ ഫഅൻത ഷഹീദുൻ, നീ ഷഹീദാണ്, നീ ഷഹീദാണ്. നീ അധ്വാനിച്ച നിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ മാർഗത്തിലാണ്. മോഷണ സ്വത്തിൻ്റെ പേരിലല്ല, ഏതോ സ്വർണം തട്ടിക്കൊടുന്ന കേസിലല്ല, വേണ്ടാത്തരത്തിൻ്റെ കേസിലല്ല, സ്വന്തം അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നബിയേ അറഅയ്ത ഇൻ ഖതൽതുഹു, ആ പോരടിക്കുന്നതിനിടയിൽ അവൻ മരിച്ചാലോ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. അവൻ അന്യായമാണ്, അവൻ ചെയ്യുന്നത് അന്യായമാണ്, അതിനൊരു തെളിവുമില്ല. മറ്റു ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. മുഖത്ത് തൊലിയക്കിൻ വജിഹമായി ഒരാൾ മരിക്കുന്നുവെങ്കിൽ അതൊരു നല്ല അടയാളമാണ്, നല്ല മുഖപ്രസന്നമായി. ചില മയ്യത്തുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിരിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന ചില മരണങ്ങളുണ്ട്, എത്രയോ രംഗങ്ങൾ നമ്മൾ കാണും. അതൊരു നല്ല അടയാളമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഞാൻ അടിവരയിട്ട് പറയാണ്, നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, സൽക്കർമ്മങ്ങളിലായി മരിക്കുന്നവൻ നല്ല മരണത്തിലാണ്. ദീനിന്റെ രംഗത്ത്, ഇസ്ലാമിക രംഗത്ത്, ഒരു ഇബാദത്തിന്റെ രംഗത്ത്, ഒരു സുന്നത്തെടുക്കുന്ന രംഗത്ത്, ഒരു ദഅവത്തിന്റെ രംഗത്ത്, ഒരു അറിവ് പഠിക്കുന്ന രംഗത്ത്, ഒരു പള്ളി സംരക്ഷണത്തിന്റെ പേരിൽ അങ്ങനെ പോണേന്റെ ഇടയിൽ ഒന്ന് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ മുഅ്മിനിന്റെ നല്ലൊരു മരണമാണ്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു, ഒരു അടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അല്ലാഹു നന്നായി പണിയെടുപ്പിക്കും. ഏറ്റവും മടിയനാവും, അവൻ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അവൻ അവൻ്റെ കാര്യത്തിൽ ഒരുങ്ങിക്കൊടും. അള്ളാഹു ഖൈർ തരാൻ ഉദ്ദേശിച്ചാൽ അവനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലു, എങ്ങനെ പണിയെടുപ്പിക്കും? ഖാല, നബിതങ്ങൾ പറഞ്ഞു, യുവഫിഖിഹി ലിഅമലിൻ സാലിഹിൻ ഖബല മൗതിഹി, മരിക്കുന്നതിൻ്റെ മുമ്പ് കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കും. അതാണ് സുന്നത്ത് നോമ്പിലായിരിക്കെ വഴിയിൽ മരണപ്പെട്ടു. സുജൂദിൽ കിടന്ന്, നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന് പെട്ടെന്നൊരു ശബ്ദം, ആ കിടന്ന കിടപ്പിൽ മരിച്ചു. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിനിടയിൽ സ്കൂട്ടർ ഇടിച്ചു മരിച്ചു. നമ്മളൊക്കെ കേട്ട വാർത്തകളാണ്. ജുമുഅ കഴിഞ്ഞ് മടങ്ങവേ വാഹനത്തിൽ ആക്സിഡന്റ് പറ്റി. തറാവീഹ് നമസ്കാരത്തിനിടക്ക് കുഴഞ്ഞു വീണു. ഇബാദത്തുകളിലായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു തൗഫീഖായി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അവസാനം കാണാം, ജനങ്ങൾ, നമ്മളൊക്കെ ഒരാൾ മരിച്ചാൽ ജനങ്ങൾ അയാളെക്കുറിച്ച് സ്വാഭാവികമായി നല്ലത് പറയുന്നുവെങ്കിൽ, ആരും പൈസ കൊടുത്ത് പറയിപ്പിച്ചൊന്നല്ല, ജനങ്ങൾ പൊതുവെ അദ്ദേഹത്തിന്റെ നന്മകളിലെടുത്ത് പറയാനുണ്ടെങ്കിൽ വജബത്ത്, അവന് നിർബന്ധമായി, അഥവാ വജബത്തിൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. ഒരാൾ മരിച്ചപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശർറാണ് പറയുന്നതെങ്കിൽ വജബത്ത്, അവന് നിർബന്ധമാണ്. വജബത്തിന്നാർ, നരകം നിർബന്ധമാണ്. ശരിക്കും ഇന്നിരുന്ന് ചിന്തിക്കുക, ഇന്ന് ഈ സമയത്ത് ഇരുന്ന് ചിന്തിക്കുക. ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ വിട പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഈ അങ്ങാടിയിൽ നടക്കുന്ന സംസാരം നമ്മുടെ സ്വർഗം നരകം തീരുമാനിക്കുന്നതിൽ പങ്കുണ്ട്. അയാളൊരു സിഗരറ്റ് വലിക്കാരനാണ്, അയാളൊരു സ്വവർഗരതിക്കാരനാണ്, അയാളൊരു പെണ്ണുപിടിയനാണ്, അയാൾ കച്ചവടത്തിൽ മഹാ തട്ടിപ്പുകാരനായ, അയാൾ ഇസ്ലാമിന്റെ സുന്നത്തുകളെ പരിഹസിക്കുന്നവനാണ്, അയാൾ ഇസ്ലാമിന്റെ ദീനിനോട് പ്രതിബദ്ധമില്ലാത്ത, നാട്ടിൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു അഭിപ്രായമാണ്, അതൊരു ചില്ലറ വാക്കല്ല. തിരിച്ച് നമ്മളെക്കുറിച്ച് പറയാൻ ജനങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അവന് സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ സ്വർഗം നിർബന്ധമാക്കും. നേരെ മറിച്ചൊരു സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ മരിക്കുവോളം പകപോക്കി സംസാരിക്കും. അയാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അയാളെ പ്രശംസിക്കും. കാപട്യമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അപമാനിക്കുകയും മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നത് നിന്റെ മനസ്സിൻ്റെ കാപട്യമാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം, ഈമാനുള്ള ജീവിതം, ഏറ്റവും ശുഭകരമായ ചിരിച്ച വിയർപ്പ് തുള്ളികളോടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പടച്ചറപ്പ് നമുക്കെല്ലാം മഹത്തായ തൗഫീക്ക് നൽകുമാറാകട്ടെ.